രാമപുരം SHLP സ്കൂളിലെ കുരുന്നുകൾ തീർത്ത കൃഷിത്തോട്ടം സന്ദർശിക്കാൻ BJP ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ എത്തി. കൃഷിത്തോട്ടത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ നേരിട്ട് കാണുവാനായാണ് അദ്ദേഹം സ്കൂളിലെത്തിയത്. സ്കൂൾ മാനേജ്മെന്റും PTA അംഗങ്ങളും ഒപ്പം കൃഷി ഇഷ്ടപ്പെടുന്ന സ്കൂളിലെ കുട്ടികളും ഒരുമിച്ച് ചേർന്നപ്പോൾ വിദ്യാലയത്തിന് ചുറ്റുമുള്ള 1/2 ഏക്കറോളം ഭൂമി പൊന്നുവിളയിക്കാൻ അധിക നേരം വേണ്ടി വന്നില്ല. ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന PTAയും ടീച്ചേഴ്സിനെയും സ്കൂൾ മാനേജ്മെന്റ് കുട്ടികൾക്ക് ഒരു കരുത്താണെന്ന് ലിജിൻ ലാൽ പറഞ്ഞു. ചീരകൃഷിയുടെ വിളവെടുപ്പും മറ്റ് കൃഷികളെക്കുറിച്ചുള്ള വിവരണങ്ങളും ചോദിച്ചറിഞ്ഞ ശേഷമാണ് BJP ജില്ലാ അധ്യക്ഷൻ മടങ്ങിയത്. ഇത്തരത്തിലൊരു കൃഷിരീതി മറ്റ് സ്കൂളുകളിലും നടപ്പിലാക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്കൂളിന് ചെറിയൊരു സാമ്പത്തിക സഹായവും വാഗ്ദാനം ചെയ്തു. ഒപ്പം സ്കൂളിന്റെ മറ്റ് ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ നടപടിയെടുക്കുവാൻ മുൻകൈയെടുക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. കുട്ടികളോടൊപ്പം സ്കൂൾ കൃഷിത്തോട്ടം സന്ദർശിച്ച ശേഷമാണ് ലിജിൻ ലാൽ മടങ്ങിയത്. ഇന്ന് രാമപുരം SHLP സ്കൂളിൽ എത്താൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. എൻ്റെ അടുത്തൊരു സുഹൃത്താണ് വിളിച്ചു പറഞ്ഞത്, ഇവിടെ പച്ചക്കറി കൃഷി ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് PTAയും മാനേജ്മെൻറ്റും അതോടൊപ്പം തന്നെ കുട്ടികളും കൂടെ ചേർന്നുകൊണ്ട് പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട്, അതൊന്ന് സന്ദർശിക്കാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ ഇത്ര ഗംഭീരമായ ഒരു കാര്യമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അവർക്ക് ലഭ്യമായ സ്ഥലത്ത് എല്ലാവിധ പച്ചക്കറികളും മാത്രമല്ല മറ്റ് സസ്യങ്ങൾ, പൂക്കൾ, ഔഷധത്തോട്ടം ഉൾപ്പെടെ ഇവിടെ അവർ കൃഷി ചെയ്യുന്നുണ്ട്. BJP രാമപുരം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പയസ് ജോസഫ്, മണ്ഡലം ജനറൽ സെക്രട്ടറി മുരളീധരൻ നീലൂർ, OBC മോർച്ച ജില്ലാ സെക്രട്ടറി സുരേഷ് ശാരിക, മണ്ഡലം സെക്രട്ടറി ബിജു KK, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി രാജേഷ് TS, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് റോജൻ ജോർജ്, സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലിസ മാത്യൂസ്, ബെറ്റ്സി മാത്യു, ജോയൽ ജോയി, ജിബിൻ ജിജി, ജിനു ജോൺ, മാഗി ജോസഫ്, സാനിയ ജെയിംസ്, സിസ്റ്റർ ടെസ, ജീന ജോയി, ജോബി ജോസഫ്, PTA പ്രസിഡന്റ് ദീപു സുരേന്ദ്രൻ, സെൻസിൽ അമ്പാട്ട്, ബിനീഷ് ചാലിൽ, ഹരീഷ് R കൃഷ്ണ, റെയ്നോൾഡ് തോമസ്, പയസ് ജോസഫ് എന്നിവരും പങ്കെടുത്തു. i4A ന്യൂസ്, പാലാ.